ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകൾ പല മേഖലകളിലും വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. കുട്ടനാട്ടിൽ മുട്ടാർ പഞ്ചായത്തിലാണ് ദുരിതം ഏറ്റവും രൂക്ഷം. വെള്ളപ്പൊക്കം മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ക്യാമ്പിലെത്തിക്കാൻ കൂടുതൽ സഹായങ്ങൾ ഒരുക്കണമെന്ന് മുട്ടാറിലെ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നു. ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്കം ബാധിച്ച പാണ്ടനാട്, തിരുവൻവണ്ടൂർ പഞ്ചായത്തുകളിലും കയറിയ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എസ് ശ്യാംകുമാർ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്യാം, ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പൊതുവിൽ മഴ മാറി നിൽക്കുകയാണെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതോടെ ജില്ലയിലെ 2 താലൂക്കുകളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒന്ന് ചെങ്ങന്നൂരാണ്, മറ്റൊന്ന് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം നേരിടുന്നത് തലവടി, അതുപോലെ എടത്വ പഞ്ചായത്ത്, അതുപോലെ മുട്ടാർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ്. ഇതിൽ മുട്ടാർ പഞ്ചായത്ത് ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന നിലയിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കിടങ്ങറ ഭാഗത്തു നിന്നും അപ്പുറത്ത് നീരേറ്റുപുറത്തു നിന്നുമാണ് മുട്ടാർ പഞ്ചായത്തിലേക്ക് എത്താൻ കഴിയുക. ഈ 2 വഴികളും വെള്ളം കയറി നിറഞ്ഞോടുകൂടി മുട്ടാർ പഞ്ചായത്ത് ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അവിടെ 100 കണക്കിന് ആളുകൾ ഉണ്ട്. ഏതാണ്ട് എല്ലാ മേഖലകളിലും കാര്യമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കയറിയ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നുള്ളതാണ് അവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ ബോട്ടുകൾ, അതുപോലെ കൂടുതൽ ലോറികളൊക്കെ വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ചില ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോലും വെള്ളം കയറുന്ന നിലയുണ്ടായി. അപ്പോൾ അവിടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കണമെന്ന് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട്. രോഗാവസ്ഥയിലുള്ള ആളുകളും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികളും നിലവിലുണ്ട്. അവരെ നമുക്ക് ഈ ടിപ്പറയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ്. നമുക്ക് അടിയന്തരമായിട്ട് നമുക്കൊരു വാഹനം കിട്ടുവാണെങ്കിൽ, അതായത് ബോട്ട് പോലുള്ള സർവീസുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പ്രായമായ ആളുകളെയും ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെയും ഒക്കെ നമുക്ക് ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ട അത്യാവശ്യമായിട്ടൊരു സാഹചര്യമാണ്. പുളിങ്കുന്ന് പഞ്ചായത്തിന്റെ 7, 8, 9 വാർഡുകളിൽ വലിയ പ്രശ്നം ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ ഈ പാടങ്ങളിൽ നിന്നുള്ള വെള്ളം ജനവാസ മേഖലയിലേക്ക് കയറിയതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെങ്ങന്നൂർ താലൂക്കിലെ കാര്യവും. ചെങ്ങന്നൂരിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ പാണ്ടനാട്, അതുപോലെ തന്നെ തിരുവൻവണ്ടൂർ, ഈ 2 പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ദുരിതം മാറിയിട്ടില്ല. മഴ ഇന്ന് മാറി നിന്നു എന്ന് പറയുമ്പോഴും അവിടെ കയറിയ വെള്ളം കുറഞ്ഞിട്ടില്ല. മണിമലയാറ്റിലും പമ്പയാറ്റിലും ഒക്കെ നേരിയ വ്യത്യാസം മാത്രമേ ഒരു വെള്ളത്തിന്റെ നിരപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം വീടുകളിലൊക്കെ കയറിയ വെള്ളം അതേപടി തന്നെ തുടരുകയാണ്. മഴ മാറി നിന്നാൽ മാത്രം പോരാ, കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുകയും ചെയ്താലേ ഈ മേഖലകളിലെയും വെള്ളക്കെട്ടിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. അച്ചൻകോവിലാറും പമ്പയാറും മണിമലയാറും ഒക്കെ ഒഴുകുന്ന ആലപ്പുഴ ജില്ലയിലെ മേഖലകളിലൊക്കെയും ഈ പ്രശ്നമുണ്ട്. പിന്നെ കൂടുതൽ പ്രശ്നമുള്ളൊരു മേഖല കാർത്തികപ്പള്ളി താലൂക്കാണ്. അവിടെ ചെറുതന, വീയപുരം പോലെയൊക്കെയുള്ള പഞ്ചായത്തുകൾ, പള്ളിപ്പാട് പഞ്ചായത്തിന്റെ ചില മേഖലകളിലൊക്കെ ഈ ദുരിതം അതേപടി തുടരുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കുട്ടനാട്ടിൽ തന്നെ മുട്ടാറിന് കൂടുതൽ സഹായം വേണം എന്നുള്ളൊരു ആവശ്യം ശക്തമാണ്. മഴ മാറി നിൽക്കുന്ന ആശ്വാസമാണ്. പക്ഷേ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് എത്രയും വേഗം കുറയണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നിലവിൽ ആലപ്പുഴക്കാർ.